ചാനൽ കാണിച്ചു തരാം നിങ്ങൾക്കൊക്കെ. ഈ ചാനൽ നിങ്ങൾ എല്ലാവരും മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും സാധ്യതയുള്ള, കൂടുതലായിട്ടും കണ്ടിട്ടുണ്ടാവും സാധ്യതയുള്ള ഒരു വീഡിയോസാണ്. ഓക്കെ, നിങ്ങൾ ഓൾമോസ്റ്റ് ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ചില പാട്ടുകൾ നമുക്ക് എത്ര കേട്ടാലും മതിയാവില്ല, അല്ലേ കൂട്ടുകാരെ? അങ്ങനത്തെ ഒരു പാട്ട് ഓക്കെ, നിങ്ങൾ ഈ പാട്ട് മിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ള പാട്ടാണ്. ഇത് ഭയങ്കര വൈറലായ എത്ര 1 അല്ല 155 മില്യൺ വ്യൂസ് കിട്ടിയ ചാനലാണ്. ഓക്കെ, 9 വർഷം മുമ്പ് 155 മില്യൺ വ്യൂസ് ഈ ഒറ്റ വീഡിയോക്ക് കിട്ടിയിട്ടുണ്ട്. 5 ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ട്. ഈ ചാനൽ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റും എല്ലാ വീഡിയോസും ഇത് തന്നെ. ഓക്കെ, ഇങ്ങനെ തന്നെ വീഡിയോസ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു ദിവസം മുന്നേ ഇത് ചെയ്തത് അപ്ലോഡ് ചെയ്ത വീഡിയോസാണ്. ഓക്കെ, 19K വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അത് മില്യൺ സബ്സ്ക്രൈബർ കൂടുതലുള്ളതുകൊണ്ടാണ്. എന്നൊന്ന് പോപ്പുലർ വീഡിയോ ഒന്ന് എടുത്ത് നോക്കാം. പോപ്പുലർ വീഡിയോ എടുത്ത് നോക്കിയാൽ വേറൊരു പാട്ടും കൂടി വൈറലായിട്ടുണ്ട്. ഇതുപോലത്തെ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി നല്ല അടിപൊളിയായിട്ട് പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്ന ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. പെയ്ഡ് ആയിട്ടുള്ള ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അത് കൂടാണ്ട് നമ്മൾ ഈ സോങ് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ സോങ് ആരെങ്കിലും പാടിയതെന്നാണോ? ഈ സോങ് ആരും പാടിയതല്ല. ഇതിന് ഡയറക്ടർ ഇല്ല, ഇതിന് സിംഗേഴ്സ് ഇല്ല, ഒന്നുമില്ല. ഓക്കെ, ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന്, ഇത് നമുക്ക് എങ്ങനെ ആനിമേഷനായിട്ട് നമുക്കാണെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമുക്ക് ചെയ്യാനുള്ള കമ്പ്യൂട്ടർ ഉണ്ടാവില്ല, ലാപ്ടോപ്പ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ പല ആൾക്കാർ ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ടാവും. പക്ഷെ കമ്പ്യൂട്ടറിലായിരിക്കും കാണിച്ചു തരുന്നത്. അതിനുള്ള സോഫ്റ്റ്വെയറുകൾ പല സോഫ്റ്റ്വെയറും അവൈലബിൾ ആണ്, ഓൾറെഡി ഉണ്ട് നിലവിൽ. അങ്ങനെ ചെയ്യാനും നമുക്ക് പറ്റും. കമ്പ്യൂട്ടറൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഞാൻ ഈ ചാനലിൽ ഇപ്പോൾ ഇടുന്ന വീഡിയോസ് കൂടാണ്ട് 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ ആ പെയ്ഡായിട്ട് നമുക്ക് പ്രൊമോഷൻ ചെയ്തിട്ട് പെയ്ഡായിട്ട് ഇതുപോലത്തെ വീഡിയോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെ സോങ് ആഡ് ചെയ്യുക, ഇതുപോലത്തെ ഒരു ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയെന്ന് ഞാൻ വ്യക്തമായിട്ട് അതിൽ പറഞ്ഞു തരുന്നുണ്ട്. ആദ്യം എന്ത് ചെയ്യുക? ആദ്യം നിങ്ങളൊരു ചാനൽ ഇപ്പോൾ ചാനൽ ഇല്ലാത്തവരാണെങ്കിലോ അല്ലെങ്കിൽ ഉണ്ടവരാണോ പുതിയ തുടങ്ങുന്ന ആളാണെങ്കിലോ നിങ്ങൾ ഇതുപോലത്തെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, മഞ്ചാടി എന്നാണ് ഈ ചാനലിൻ്റെ പേര്. ഓക്കെ, മഞ്ചാടി എന്നാണ് ഈ ചാനലിൻ്റെ പേര്. 5 മില്യൺ സബ്സ്ക്രൈബർ ഉണ്ട്. മഞ്ചാടി എന്നാണ് ഈ ചാനലിൻ്റെ പേര്. അപ്പോൾ ഇതുപോലത്തെ ഒരു ചാനൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു കിഡ്സ് ചാനലാണ്. ഓക്കെ, ഇതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, കിഡ്സ് ചാനലാണ്. ഇത് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല, പിന്നെ ഒരു വീഡിയോക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഏർണിങ്സ് കിട്ടും. ഇതിൽ ഏറ്റവും മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തില്ലെങ്കിലും വ്യൂസ് കൂടും. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ കിഡ്സ് ചാനലിൻ്റെ ഒരു പ്രത്യേകത കുറേ ആൾക്കാർക്ക് മനസ്സിലാവില്ല. കാരണം കിഡ്സ് കേൾക്കാൻ പറ്റത്തില്ല. ഓക്കെ, കിഡ്സ് ചാനലിൽ കമൻറ്റ് സെക്ഷൻ ഓഫായിരിക്കും. അത് കൂടാണ്ട് കുറച്ചും കൂടി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്ന് ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ അൽഗോരിതം പ്രവർത്തിക്കുന്നത് വേറെ ടൈപ്പിലാണ്. ഓക്കെ, അത് കുട്ടികൾക്ക് മാത്രം പോകുന്നത് മാത്രമല്ല, വലിയ ആൾക്കാർക്കും പോകും. ഓക്കെ, ഈ വീഡിയോസ് കുട്ടികൾക്ക് മാത്രം ഉള്ളതല്ല, ഇത് വലിയ ആൾക്കാരും കാണും. അപ്പോൾ ഇതുപോലെ നമ്മൾ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ തുടങ്ങുമ്പോൾ ചെയ്യേണ്ടത് നമ്മൾ കുട്ടികൾക്കുള്ള ചാനലായിട്ട് തുടങ്ങരുത്. ഓക്കെ, കുട്ടികൾക്കായിട്ട് ചാനൽ തുടങ്ങിയാൽ ഒരു കുഴപ്പമില്ല, നല്ല വ്യൂസ് കിട്ടും. പക്ഷേ നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് അവർക്ക് ഈ നമ്മളെ ആഡ്സ് ഒന്നും കാണാൻ പറ്റില്ല, ഏണിങ്സ് കുറവാണ്, അങ്ങനെയുള്ള കുറച്ച് റൂൾസ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത് കുട്ടികൾക്ക് ഇല്ലാത്ത ചാനൽ ഇഷ്ടംപോലെ വേറെ ഉണ്ട്. ഓക്കെ, ഞാൻ കാണിച്ചു തരാമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നോട്ട് ഫോർ കിഡ്സ് ആയിട്ട് തന്നെ തുടങ്ങണം. പക്ഷേ
നമ്മുടെ വീഡിയോക്ക് വ്യൂസ് വരും. എങ്ങനെയെന്ന് വെച്ചാൽ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. നമ്മളെ കുട്ടികളെ കയ്യിൽ എത്രയായാലും കുട്ടികളെ കയ്യിൽ നമ്മളെ നാട്ടിൽ മലയാളികൾ കുറച്ച് ഫോൺ കൊടുക്കുന്ന കുറവാണ്. അമ്മയുടെ അച്ഛൻ്റെ ഫോണാണ് കൂടുതൽ ഏറ്റവും ആൾക്കാർ കുട്ടികളെ കയ്യിൽ കൊടുക്കുന്നത്. കുട്ടികൾക്ക് സെർച്ച് ചെയ്ത് കൊടുക്കും, കിഡ്സ് വീഡിയോസാ അങ്ങനെ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കൊടുക്കും. അതിൻ്റെ കീവേഡ്സ് എല്ലാം ഞാൻ വേണമെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് തരാം. ചാനൽ തുടങ്ങി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഓൾറെഡി തരാം. അതിൻ്റെ കീവേഡ്സുകളെല്ലാം തരാം, കീവേഡ്സ് ഹാഷ്ടാഗുകളെല്ലാം തരാം. അപ്പോൾ ഈ അമ്മമാർ സെർച്ച് ചെയ്തിട്ട് കുട്ടികളെ കയ്യിൽ വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് സ്കിപ്പ് ചെയ്യാൻ അറിയത്തില്ല. പരസ്യം വരുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാൻ അറിയത്തില്ല. പരസ്യം ഫുള്ളായിരുന്നു കാണും. അതിന് ശേഷം വീഡിയോ രണ്ടാമത് തിരിച്ച് വീഡിയോ പ്ലേ ആവില്ല എന്നുണ്ടെങ്കിലും നമ്മളെ വീഡിയോസ് തന്നെ തിരിച്ചു വരാനുള്ള പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടെക്നിക്ക് വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇതിന് ഞാൻ വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ ഓൾറെഡി ഈ ചാനലിൽ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ അല്ലെങ്കിലും ഒരു ഏകദേശം നമുക്ക് മൊബൈലിൽ കൂടുതൽ ആൾക്കാർ കമ്പ്യൂട്ടറിൽ പല ആൾക്കാർ പറഞ്ഞ് കാണിച്ചിട്ടുണ്ടാവും. നമ്മളടുത്ത് കമ്പ്യൂട്ടർ ഇല്ല, നമ്മളടുത്താണെങ്കിൽ കമ്പ്യൂട്ടറും ഇല്ല, അതിനുള്ള സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള പൈസയില്ല, അപ്പോൾ ആ സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യാനുള്ള പൈസയില്ല, അതിനുള്ള വേണ്ട എക്യുപ്മെൻസുകൾ പർച്ചേസ് ചെയ്യാൻ നമ്മളടുത്ത് പൈസയില്ല, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് അതിനുള്ള ടാലൻ്റ് ഇല്ല എന്നൊക്കെ മനസ്സിലാക്കുന്നവർ ഒരു സിമ്പിളായിട്ടൊരു ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതിൽ നിങ്ങൾക്ക് മൊബൈലിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് ചാനലിൽ ഇട്ടുകൊണ്ടിരുന്നിട്ട് ചാനൽ വളർന്ന് നിങ്ങൾ ക്യാഷെല്ലാം ഏൺ ചെയ്യാൻ പറ്റി, നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, നിങ്ങൾക്ക് അതിൽ പേയ്മെൻ്റ് എല്ലാം വരാൻ തുടങ്ങിയതിന് ശേഷം എന്ത് ചെയ്യുക, അതിൽ നിന്നും പൈസ എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നല്ലൊരു കമ്പ്യൂട്ടർ മേടിക്കുക. അപ്പോഴത്തേക്കാകുമ്പോൾ നിങ്ങൾ ഓൾമോസ്റ്റ് ഏകദേശം എഡിറ്റിംഗ് എല്ലാം പഠിച്ചിരിക്കും. ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്നെല്ലാം നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി പഠിച്ചിരിക്കും. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുക, കമ്പ്യൂട്ടർ മേടിക്കുക, ഇതുപോലത്തെ ചാനലുകൾ, ഇതുപോലത്തെ പെയ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ പർച്ചേസ് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രൊഫഷണലായിട്ട് ക്രിയേറ്റ് ചെയ്യുക. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ ഈ ആഴ്ചത്തെ വിന്നർ ഈ ചാനലാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്തവർക്ക് നന്ദി. കമൻ്റ് ഇടുക, മാക്സിമം കമൻ്റ് ഇടുക. അതിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കമൻ്റ് ഇടുക. പിന്നെ അത് കൂടാണ്ട് നല്ല സപ്പോർട്ട് കൊടുക്കുക. സപ്പോർട്ട് കൊടുത്തവർക്ക് താങ്ക്സ്. അത് കൂടാണ്ട് ഈ ചാനൽ ഓൾറെഡി നല്ല പ്രൊഫഷണലായിട്ടാണ് പോകുന്നില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ടെലിഗ്രാം ഗ്രൂപ്പിലൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിൽ പറയാൻ പറ്റാത്തത്. 50 സബ്സ്ക്രൈബർ ഫ്രീ ആണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ 50 സബ്സ്ക്രൈബർ ഫ്രീ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ അടിയിൽ നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഒരു കമൻ്റ് ഇടാം. ആ കമൻറ്റിൽ സെലക്ട് ആവുന്ന എത്ര കമൻ്റാണോ വരുന്നത് അതിൽ ഒരാളെ സെലക്ട് ചെയ്യും. ഒരു വീക്കിൽ ഒരാളെ സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്ത സമയത്ത് നിങ്ങളായിരിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ എങ്ങനെ ആയാലും എങ്ങനത്തതായാലും 50 സബ്സ്ക്രൈബർ ഫ്രീ ആയിട്ട് കിട്ടും. ബാക്കി നോക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഇതുപോലത്തെ ഒരു സോങ് ക്രിയേറ്റ് ചെയ്യണം. സോങ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ക്രിപ്റ്റ് വേണം. ഈ സ്ക്രിപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഓൾറെഡി സോങ് നമുക്ക് പാടാൻ പറ്റില്ല, നമുക്ക് പാടാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരാളെ കൊണ്ട് പാടിപ്പിച്ചിട്ട് നമുക്കൊരു സോങ് ക്രിയേറ്റ് ചെയ്യാം. യൂട്യൂബിൽ നിന്ന് തന്നെ എടുത്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാനും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, അതിന് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമുക്കൊരു സോങ് ക്രിയേറ്റ് ചെയ്യണം. സോങ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരികയാണ്, എങ്ങനെയാണ് സോങ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. വീഡിയോ കുറച്ച് ലെങ്ത് ആയാലും നിങ്ങൾക്ക് ആവശ്യമുള്ള പാട്ടെടുത്ത് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം കാണാം. അല്ല ഫുള്ള് കാണാൻ ടൈമുണ്ട്, സമയമുണ്ട്, ഞങ്ങൾക്ക് ഫുള്ള് വീഡിയോ കാണണം, ഞങ്ങൾക്ക് ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുള്ള് വീഡിയോ കാണാം. ഒന്നും കൂടി വേണമെങ്കിൽ വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് എവിടെയാണോ പിഴവ് പറ്റിയിട്ടുള്ള തെറ്റ് പറ്റിയ ഭാഗം രണ്ടാമത് തിരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി തിരിച്ച് ഈ ചാനലിൽ വന്നിട്ട് നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. 100% ഉറപ്പാണ്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ചെയ്ത് കാണിച്ചു തരുന്നത് ഇമേജ് ടു വോയിസ് കൺവേർട്ട് ചെയ്തിട്ടാണ്. ഓക്കെ, ഇമേജ് വെച്ചിട്ട് വീഡിയോ ചെയ്യാം. അതിൻ്റെ ലാസ്റ്റ് ഏറ്റവും വീഡിയോ ലെങ്ത് ആയില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വീഡിയോ ചുരുക്കത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ഞാൻ ആ വീഡിയോ ആ സോങ് വെച്ചിട്ട് നമുക്ക് വീഡിയോ ആയിട്ട് എങ്ങനെ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്നും ഞാൻ ഓൾറെഡി ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. അതിന് കുറച്ച് ടൈം എടുക്കുന്ന കേസാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച്
ലാസ്റ്റിലിട്ടിട്ടുള്ളത്. ലാസ്റ്റിലിടുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തോട്ട്. വീഡിയോ കൺവേർട്ട് ആക്കി നമുക്ക് വീഡിയോ പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഭാഗം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ലാസ്റ്റ് ഭാഗത്ത് പോയാൽ നിങ്ങൾക്ക് വീഡിയോ എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പോകേണ്ടത് എവിടെയാണ്? ആദ്യം പോകേണ്ടത് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആയിട്ട് പോകേണ്ടത് നമ്മൾ ചാറ്റ് ജി പി ടിയിലേക്ക് പോകണം. ഓക്കെ, ഓൾറെഡി ഞാൻ മുമ്പ് പറഞ്ഞ കേസാണ്. ചാറ്റ് ജി പി ടി നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാറ്റ് ജി പി ടി ക്രോം ബ്രൗസറിൽ പോയാൽ കിട്ടും. ഓക്കെ, അതിന് ചാറ്റ് ജി പി ടി പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ ചാറ്റ് ജി പി ടി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഓൾറെഡി ചാറ്റ് ജി പി ടി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചാറ്റ് ജി പി ടി വേണമെന്നുണ്ടെങ്കിൽ ക്രോം ബ്രൗസറിൽ ചാറ്റ് ജി പി ടി അടിച്ചാൽ അവിടെ വരും, ഡൗൺലോഡ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലും ഉണ്ടാവും. ഓക്കെ, ഇതേ ചാറ്റ് ജി പി ടി എടുക്കാം. ഞാൻ ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട്, മുമ്പ് വീഡിയോയിലും പറഞ്ഞതാണ്. അതിലെന്ത് ചെയ്യുക? അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ അറിയുന്നില്ല, ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാൻ ഇല്ലയെന്ന് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക? നേരെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പോവുക. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പോയിട്ട് ഓൾറെഡി ഇത് വേണമെങ്കിൽ ഇതുപോലെ വോയിസ് പറഞ്ഞു കൊടുത്താൽ ഇതുപോലെ വരും. ഓക്കെ, ഇതിൽ വേണമെങ്കിൽ ഇതിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കിട്ടൂല, അതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് ഇംഗ്ലീഷിലേക്ക് ആക്കിയിട്ട് ഇവിടെ ചെയ്യാം. അതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യേണ്ടത്? ഇത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പോൾ ഈ കാണുന്ന വീഡിയോസ് ഉണ്ടല്ലോ, സ്ക്രീൻഷോട്ട് എടുത്തേക്കാം. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ കറക്റ്റായിട്ട് ആ ലെറ്റർ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, അതിനെന്ത് ചെയ്യുക? ഞാനിവിടെ കുറച്ച് സമയം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെന്ത് ചെയ്യുക? ഇത് നേരെ ഇപ്പം നമ്മൾ എന്ത് കൊടുത്തേ? ആനിമേഷൻ വീഡിയോ സോങ് മലയാളം സ്ക്രിപ്റ്റ്, ഇത്ര നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം? ഇത് ഓൾറെഡി ചാറ്റ് ജി പി ടിക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ചാറ്റ് ജി പി ടിക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ നമുക്കൊരു സോങ് ക്രിയേറ്റ് ആയിട്ട് വരും. സ്ക്രിപ്റ്റ് നമുക്ക് ഇവിടെ തരും. ഓക്കെ, ചാറ്റ് ജി പി ടി നമുക്ക് സ്ക്രിപ്റ്റ് തരും. ഇപ്പോൾ ഈ സ്ക്രിപ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണോ? സോങ്ങിലേക്ക് കൺവേർട്ട് ആക്കണം. സോങ് ആഡ് ചെയ്യണം. അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടത്? ഇവിടെ ഒരു മാനത്ത് പറക്കും പാറ കണ്ടല്ലേ തത്തയെ, പെരുവഴിയിലോ പുള്ളിമാനെ, മരക്കൊമ്പിലിരുന്ന കാക്ക ചേട്ടൻ പാട്ടുപാടി തൊഴിഞ്ഞു കാട്ടിക്കൊഴ, എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് ഓൾറെഡി, ഞാനത് വായിച്ചു പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അതിനെന്ത് ചെയ്യാം? നമ്മൾ ഈ സോങ് നമുക്കിപ്പോൾ നേരെ ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കണം. അതിന് ടെക്സ്റ്റ് ഇത് പ്രസ് ചെയ്ത് കൊടുക്കുക, ടെക്സ്റ്റ് എടുക്കുക. അതിന് ശേഷം ഇത് എന്ത് ചെയ്യുന്നത്? ഇത് നേരെ ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, ഈ സ്ക്രിപ്റ്റ് നമുക്ക് കോപ്പി ചെയ്തെടുക്കാനുള്ളതാണ്. ഓക്കെ, ആയിട്ടില്ല, കുറച്ചും കൂടി താഴേക്ക് പോകാണ്ട്. ഈ സ്ക്രിപ്റ്റ് ഫുള്ളായിട്ട് കോപ്പി ചെയ്തെടുക്കാം. ഇത്ര. ഓക്കെ, ഒത്തുചേർന്നിടാം. ഓക്കെ, അത്ര സ്ക്രിപ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? കോപ്പി ചെയ്തെടുക്കാം. ബാക്കി ഫുള്ള് വേണ്ട. ബാക്കി അതിൻ്റെ താഴത്ത് എന്തൊക്കെയോ ഓട്ടോ മ്യൂസിക് അത് ഇതെല്ലാം ചോദിക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ സൗണ്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അതൊന്നും വേണ്ട നമുക്ക്. അതിനെന്ത് ചെയ്യണ്ടേ? നമ്മൾ നേരെ ബാക്കപ്പ് പോവുക. അത് കോപ്പി എടുത്തു കഴിഞ്ഞല്ല. കോപ്പി എടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ക്രോമിൽ പോയിട്ട് ക്രോം ബ്രൗസറിൽ പോവാം. ക്രോം ബ്രൗസറിൽ പോയിട്ട് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം സോനു എ ഐ. ഓക്കെ, സോനു എ ഐ എന്ന് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കണം. എന്തെന്ന്? സോനു ഐ മ്യൂസിക്. ഇത് മ്യൂസിക് ഈ ആപ്പ് കണ്ടല്ലോ നിങ്ങൾ. ഈ ആപ്പ് ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഓൾറെഡി ആപ്പ് ഇതേപോലത്തെ വെബ്സൈറ്റ് ഡൗൺലോഡ് അവിടെ വരും. ഓക്കെ, അപ്പോൾ എൻ്റെ വോയിസ് ഇങ്ങനെ ആവുന്നത് പ്രശ്നമാക്കണ്ട കേട്ടോ, നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ ഓൾറെഡി ഇതിലും കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു സൈഡിൽ വീഡിയോയും ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ക്ഷമിക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിന് മുമ്പ് നമ്മളിതൊരു ലോഗിൻ ചെയ്യാനുണ്ട് കേട്ടോ. നമ്മളിതിപ്പോൾ ലോഗിൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ ലോഗിൻ ചെയ്യുന്ന എവിടെ നിന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇമെയിൽ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഫ്രീ ചോദിക്കുന്നുണ്ട്. അതിന് നമ്മൾ ഏതെങ്കിലും ഒരു ഇമെയിൽ വെച്ചിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഇമെയിൽ ഞാൻ കാണിച്ചു തരുന്നില്ല. ഓക്കെ, ഞാനൊരു ഇമെയിൽ വെച്ചിട്ട് ഞാൻ ഓൾറെഡി ഇവിടെ ഇത് ലോഗിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ഏത് ആപ്പ് വെച്ചിട്ട് വേണമെങ്കിലും ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ലോഗിൻ ചോദിക്കും. ഓക്കെ, ഇമെയിൽ ചോദിക്കും. ഏത് ആപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി ഇമെയിൽ ചോദിക്കും.
അത് വെച്ചിട്ട് നമ്മൾ സാധാരണ പോലെ ലോഗിൻ ചെയ്യാം. അതിന് ശേഷം എല്ലാം അലോ കൊടുക്കുക, അഗ്രി കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം പ്ലാനിങ് ഇത് വേണ്ട, ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യണ്ടേ, ഇവിടെ ഈ താഴത്ത് കാണുന്ന ഈ ലിങ്ക് ഉണ്ടല്ലോ, താഴത്ത് കാണുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണ്ടേ, ഇവിടെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്, ഇവിടെ ഈ സ്ക്രിപ്റ്റ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സ്ക്രിപ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ മെയിൽ വോയിസ് ആണോ ഫീമെയിൽ വോയിസ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇവിടെ ഫീമെയിൽ വോയിസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഫീമെയിൽ വോയിസ് അത് കൊടുത്ത് അതിന് ശേഷം ഇവിടെ വേറെ എന്തെങ്കിലും നമുക്കിപ്പോൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൂജി, ഓക്കെ, ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഏത് ഇഷ്ടമുള്ളത് നമുക്കിപ്പോൾ വേണമെങ്കിൽ അത് രണ്ടാമത് ചേഞ്ച് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ സോങ് ചെയ്ത് അത് നല്ല അടിപൊളിയായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത് തിരിച്ച് ചേഞ്ച് ചെയ്യാം. അതിനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അതിന് ശേഷം ക്രിയേറ്റ് കൊടുക്കാം. ക്രിയേറ്റ് കൊടുത്തിട്ട് ആന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് വേറൊരു പണിയുണ്ട്, കസ്റ്റമിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, കസ്റ്റമിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇങ്ങനത്തെ ഒരു ലിറിക്സ് ഓപ്ഷൻ വരും. ഇവിടെ ലിറിക്സിൽ പേസ്റ്റ് ചെയ്യാം. ലിറിക്സിൽ പേസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ കുറച്ച് താഴത്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ സ്റ്റൈൽ സ്റ്റൈൽ എന്ന് ചോദിക്കുന്നുണ്ട്. സ്റ്റൈൽ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. സ്റ്റൈല് മെയിൽ ഫീമെയിൽ ഏത് വോയിസ് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ. അപ്പോൾ ഇവിടെ മെയിൽ കൊടുക്കാം. ഇവിടെ മെയിൽ വോയിസ് കൊടുക്കുക. അതിന് ശേഷം ഇവിടെ കുറേ എന്തൊക്കെയോ വരുന്നുണ്ട്, എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എഫക്ട്സ് കിട്ടും. ഓക്കെ, ആ എഫക്ട്സിലായിരിക്കും നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് അതെല്ലാം വരുന്നത്. അപ്പം ഞാനിവിടെ എന്ത് കൊടുക്കുന്നത്, എനിക്കതൊന്നും ആവശ്യമില്ല, എനിക്ക് വേണ്ടത് കോമഡിയാണ്. അപ്പം ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കോമഡി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവിടെ താഴത്ത് കൊടുക്കുന്നത് അത് വേണമെങ്കിൽ അത് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ അനുസരിച്ചിട്ട് സ്റ്റൈല് മാറ്റാനും തിരിച്ച് മാറ്റാനും ഇതാക്കാനെല്ലാം ഇതിൽ പറ്റും. എന്നെക്കാളും കൂടുതൽ അറിവുള്ളായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങൾ സ്ക്രിപ്റ്റ് മാറ്റുക, അതിൻ്റെ സ്റ്റൈല് മാറ്റുക. സ്റ്റൈൽ എങ്ങനെയാണോ വേണ്ടത് അതെല്ലാം മ്യൂസിക്കിനനുസരിച്ചിട്ട് സ്റ്റൈല് മാറ്റാം. ഓക്കെ, ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് 2 സോങ് ഇവിടെ റെഡിയായി കിട്ടും. 2 സോങ് ഓൾറെഡി നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് സോങ് എന്നൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. പാടിക്കൊഴിഞ്ഞു കാട്ടിൻ കുളിർ, കാട്ടിൽ ചിരിയാണ്, ജന്തുക്കൾ കുടിയാണ്, പാടാം നാം കൂടെ ഒറ്റ കാട്ടിലെ കൂട്ടുകാരനായി. മുളച്ചെടി കേൾക്കാം കുരങ്ങൻ ചിരി, തളിരിലാടി പുള്ളിൻ മുതുക്കിൽ കടലാസിന്റെ പോലെ പറക്കുന്ന ചിതാൽക്കിവരൊക്കെ കാട്ടിൻ ചാരുകൾ. ഇതൊരു DJ-യിലേക്കാണ് വന്നിട്ടുള്ളത്. മോളത്തത് നോക്കാം ജസ്റ്റ് ഒന്ന്. എഴുവഴിയിലോടും മരപ്പുണ്ടിയിരുന്നു കാക്കച്ചൻ, പാട്ടുപാടി പൊഴിഞ്ഞു കാട്ടിൻകൊള്ളിൽ കാട്ടിൻ ചിരിയാണ്, ജന്തുക്കൾ കൂടിയാണ്, പണം നാം കൂടെ ഒറ്റക്കെട്ടായി കാട്ടിലെ കൂട്ടുകാരനായി. മുളച്ചെടി കേൾക്കാം കുരങ്ങൻ ചിരി, തളിരിലാടി പുള്ളിൻ മുതുക്കിൽ കടലാസിന്റെ പോലെ പറക്കുന്ന ചിതാൽ, ഇവരൊക്കെ കാട്ടിൻ ചാരുകൾ, കാട്ടിൻ ചിരിയാണ്, ജന്തുക്കൾ കൂടിയാണ്, പണം നാം കൂടെ ഒറ്റക്കെട്ടായി. 2 സോങ്ങും കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനെന്ത് ചെയ്യുക, ഈ സോങ് നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും നല്ല സോങ് എടുത്തിട്ട് ഇതിനെന്ത് ചെയ്യുക, നേരെ ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ ക്ലിക്ക് ചെയ്തത് നിങ്ങൾക്ക് കണ്ടോയെന്നറിയില്ല. ഇവിടെ 3 ഡോട്ട്സ് കാണിക്കുന്നുണ്ട്. ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിൽ ഇവിടെ എന്ത് ചെയ്യുക,
റീയൂസ് സ്റ്റൈൽ. ഓക്കെ, റീയൂസ് സ്റ്റൈൽ എന്ന് കൊടുക്കാം. അതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ താഴെ വന്നിട്ട് രണ്ടാമത് ഇതിനെന്ത് ചെയ്യുക, കുറച്ച് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക. താഴത്തേക്ക് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ വേറെ ഒന്നും കൊടുക്കരുത്, ഇവിടെ വെറും ഫീമെയിൽ വോയിസ് മാത്രം കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുത്തോളൂ, ഞാനൊന്നും കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഞാൻ ഫീമെയിൽ വോയിസ് ഇവിടെ ഫീമെയിൽ വോയിസ് എന്ന് മാത്രം കൊടുത്തിന്. ഫീമെയിൽ വോക്കൽസ്, ഫീമെയിൽ വോക്കൽസ് എന്നാണ് ഓൾറെഡി വന്നിട്ടുള്ളത്. അപ്പോൾ ഫീമെയിൽ വോക്കൽസ് എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല, വേറൊന്നും ആഡ് ചെയ്യുന്നില്ല. അവരെങ്ങനെ ക്രിയേറ്റ് ചെയ്ത് തരുന്നത് നമുക്കൊന്ന് നോക്കാം. ജനറേറ്റ്. ഓക്കെ, വേറെ അപ്പോൾ അതിൽ ഫീമെയിൽ വോയിസ് കിട്ടുന്നില്ല. ഓക്കെ, ഫീമെയിൽ വോയിസ് കൺവേർട്ട് ആവാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ രണ്ടാമത് ChatGPT പോയിട്ട് രണ്ടാമത് തിരിച്ച് ഓൾറെഡി സെയിം സ്ക്രിപ്റ്റ് ഫീമെയിൽ വോയിസ് കോമഡി മ്യൂസിക് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെയിം സ്ക്രിപ്റ്റ് ഫീമെയിൽ വോയിസ് കോമഡി മ്യൂസിക് അത് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, ഇവിടെ മ്യൂസിക്കിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെറ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനും ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഓക്കെ, അതിനെന്ത് ചെയ്യുന്നു, ഞാൻ ഈ ടോട്ടലുള്ള ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടക്കമുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, കോപ്പി ചെയ്തിട്ട് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞാനിത് കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. കോപ്പി ചെയ്തെടുത്തതിന് ശേഷം രണ്ടാമത് അതിലേക്ക് പോവാം, മ്യൂസിക്കിലേക്ക് പോവാം. മ്യൂസിക്കിൽ പോയിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ ക്രിയേറ്റ് അടിക്കുക. നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ ടോപ്പിൽ കാണുന്നുണ്ടോ, ടോപ്പിൽ ഒരു ദിവസം സോങ് ആഫ്റ്റർ ടുഡേ 20 സോങ് ഓൾറെഡി കിട്ടും. ഓക്കെ, നമുക്ക് 20 സോങ് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ആദ്യം ഞാൻ ഓൾറെഡി 2 ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത്, 18 കാണിക്കുന്നത്. ഓക്കെ, അതിനുശേഷം കസ്റ്റം ഇതെടുക്കുക. അതിനുശേഷം ലിറിക്സ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ലിറിക്സ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ വേറെ ഒന്നും കൊടുക്കരുത്. ഓക്കെ, ഓൾറെഡി കൊടുത്തു കഴിഞ്ഞല്ലോ. ടൈറ്റിൽ വേണമെങ്കിൽ ടൈറ്റിൽ കൊടുക്കുക. ഇവിടെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, മെയിൽ വോയിസോ ഫീമെയിൽ വോയിസോ എല്ലാം കൊടുക്കുക. ഫീമെയിൽ വോയിസ് ഓൾറെഡി കൊടുത്ത് ഞാൻ കോമഡി എന്നും കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ടോപ്പിൽ. അതിനുശേഷം ജനറേറ്റ് ബട്ടൺ അമർത്താം. ജനറേറ്റ് ബട്ടൺ അമർത്തുന്ന സമയത്ത് നമുക്ക് എന്ത് സോങ് കിട്ടുന്നതെന്നൊന്ന് നോക്കാം. ഏത് സോങ്ങാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് തരുന്നത്, ജസ്റ്റ് കുറച്ച് സെക്കൻഡ് കൊണ്ട് സോങ് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. 2 ഐക്കോണുണ്ട്, ഇപ്പോൾ 4 ഉണ്ട്. ഞാൻ കുറേ ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ സോങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ സോങ് ചെയ്യാം, വേണ്ട രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാം. ഈ സോങ് ജസ്റ്റ് ഒന്ന് കേട്ടോക്കാം. Music like a triple വാനത്തിൽ പറക്കുന്ന തത്ത അയ്യോ വളഞ്ഞു പോയേ പെരുവഴിയിലുള്ള പുള്ളിമാർ വണ്ടി വരെ പടിയേ മറുകൊണ്ടിരിക്കുന്ന കാക്കച്ചേട്ടൻ പാട്ട് പാടുമ്പോ കേട്ടോളൂ നോട്ട കാട്ടിൽ കിളിയാടാം ഹം ഹം ചെന്തുക്കൊക്കെ കോമാളികാടനം പാടം ചിരിച്ചുകൊണ്ട് കാട്ടിലെ കൈ വീട്ടിലേക്ക് പാടിപ്പോവാം. മുളച്ചെടിക്ക് കീഴിൽ കുരങ്ങൻ ചിരിക്കും തളിരിലാടുന്ന പൊളിമുഖത്തിൽ ഇനി നമുക്ക് കിട്ടത്തോക്ക് വേഷം ചിതാർ പറക്കും പേപ്പർ പോലെ ഇവരൊക്കെ കാട്ടിലെ ചീസ്റ്റാസ് കാട്ടിൽ കിളിയാടാം ഹം 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 ചെന്തുക്കൾ. ഓക്കെ, വേറൊരു സോങ് കൂടി ഉണ്ട്, വാനത്തിൽ പറക്കുന്ന തത്ത അയ്യോ വളഞ്ഞു പോയ പെരുവഴിയിലോടുന്ന പുള്ളിമാൻ വണ്ടി വരെ പടിയേ മരക്കൊമ്പിലിരിക്കുന്ന കാക്കച്ചേട്ടൻ പാട്ട് പാടുമ്പോ കേട്ടോളൂ ഒരാങ്കോട്ട കാട്ടിൽ കിളിയാടം ഹം 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 ചെതുക്കൾ കോക്കി കോമാളി നടനം പാടാം ചിരിച്ചുകൊണ്ട് കാട്ടിലെ കളി വീട്ടിലേക്ക് ഓടിപ്പോവാം. കുഴപ്പമില്ല, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക,
ഈ സോങ് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യുക, അതിന് ശേഷം ഇവിടെ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് വരുന്നതുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതിന് നേരെ ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ടല്ലോ, ഇവിടെ താഴത്ത് പോവുക. ഇവിടെ സ്ക്രീൻ റെക്കോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുമല്ലോ, നമ്മളെ ഫോണിലെല്ലാത്തിലും സ്ക്രീൻ റെക്കോർഡ് ഉണ്ടല്ലോ. ഇതിൻ്റെ മൈക്ക് ഓൺ ആക്കി വെച്ചിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം. സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സോങ് ഓൾറെഡി നിങ്ങളെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് അത് സോങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതെല്ലാം ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇത് എൻ്റെ മുമ്പ് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഡൗൺലോഡ് ആവുന്നില്ല. ഓക്കെ, ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നില്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാം. ഈ സോങ് റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നേരെ രണ്ടാമത് ChatGPT പോവുക. ഓക്കെ, ChatGPT പോയിട്ട് ChatGPTയിൽ ഇപ്പം നമ്മൾ എടുത്ത സാധനം ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ എടുത്ത സോങ്സ് അതെടുക്കുക. ഓക്കെ, ഇപ്പം എടുത്ത സോങ് എടുക്കുക. അതിന് ശേഷം അതിൻ്റെ താഴത്ത് പ്രോംപ്റ്റ് എന്ന് വിളിക്കുക. പ്രോംപ്റ്റ് എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ ഓക്കെ, ഞാൻ ഇവിടെ പ്രോംപ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്രോംപ്റ്റ് എന്ന് ടൈപ്പ് കൊടുത്തതിന് ശേഷം അതിൻ്റെ പ്രോംപ്റ്റ് കിട്ടും. ഓക്കെ, നമുക്ക് ഇവിടെ പ്രോംപ്റ്റ് വരും. ഇത് മലയാളം, ഫീമെയിൽ, അങ്ങനെ പ്രോംപ്റ്റ് വരും. പ്രോംപ്റ്റ് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണ്ടേ, ഈ പ്രോംപ്റ്റ് എടുത്തിട്ട് നേരെ ടെക്സ്റ്റ് കോപ്പി എടുക്കാം. കോപ്പി എടുക്കുക. കോപ്പി എടുത്തതിന് ശേഷം എന്ത് ചെയ്യണ്ടേ, ക്രോമിൽ പോവുക. ക്രോമിൽ പോയിട്ട് ഇവിടെ സെർച്ച് ചെയ്യേണ്ടത്, ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇതിൽ ബാക്ക് പോട്ടെ, ഇവിടെ സെർച്ച് ചെയ്യേണ്ടത് ലെക്സിക്ക. ഓക്കെ, ലെക്സിക്ക എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ലെക്സിക്ക AI എന്ന് കൊടുക്കാം. ലെക്സിക്ക AI എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ താഴത്ത് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ലെക്സിക്ക എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ മാത്രം ക്ലിക്ക് ചെയ്യുക. ഇതിൽ മാത്രം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് നിങ്ങൾക്ക്. ഇവിടെ എന്ത് ചെയ്യണ്ടേ, ഇവിടെ സെർച്ച് ഇമേജ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ അവിടുന്ന് കോപ്പി ചെയ്ത് ഇത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കുറേ ഇമേജ് വരും. ഓക്കെ, ഇവിടെ അതിന് ആ മാച്ച് ആയിട്ടുള്ള ഇപ്പോൾ നമ്മൾ എടുത്ത വീഡിയോസിൻ്റെ എല്ലാ ഇമേജസും ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വരും. നല്ല അടിപൊളി സുന്ദരമായിട്ട് കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞ അതേ ക്ലാരിറ്റിയിൽ ഇവിടെ വരും. നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ, എല്ലാ ഇമേജിനും നല്ല ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് കാറ്റഗറിയിൽ പെട്ടതാണ് ആ സോങ്ങിനനുസരിച്ചിട്ടുള്ള ഇമേജാണ് വേണ്ടത്. അപ്പോൾ സോങ് കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക, സോങ് കറക്റ്റായിട്ട് എടുക്കുക. അപ്പം ഞാനിപ്പോൾ വേറൊരു സോങ്ങാണ് ഓൾറെഡി ആഡ് ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക്. ഓക്കെ, ഇതിൽ തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത സോങ് തന്നെയാണ് ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ എൻ്റെ ഒരു ആന ഉണ്ട് കേട്ടോ, ആനയുണ്ട്. അപ്പോൾ ആന ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരാന ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഒരാന എടുത്തതിന് ശേഷം ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്, ഡൗൺലോഡ് അമർത്താം. അവിടെ ഡൗൺലോഡ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് താഴത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ അതേ ടൈപ്പിലുള്ള കുറേ സാധനങ്ങൾ കാണിക്കും. ആന, ഉറുമ്പ്, കോഴി, പിന്നെ എലി, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു ആനം കൂടി ഞാൻ എടുക്കുന്നുണ്ട്, അതും ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അതിന് ശേഷം ബാക്കപ്പ് പോവാം. ബാക്കപ്പ് പോയതിന് ശേഷം ഇവിടെ വേറെ എന്തൊക്കെയോ വരുന്നുണ്ട്. ഈ ഒരു ഇമേജും കൂടി എടുക്കാം. ഈ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്ത് കുറേ വേറെ ഇമേജൊക്കെ വരുന്നുണ്ട് കേട്ടോ, ആ കാറ്റഗറി പെട്ട്. അപ്പോൾ നമുക്ക് ഇതാണ് വേണ്ടത്, ഇതെടുക്കാം. ഇതെടുത്തതിന് ശേഷം ഇവിടെ രണ്ടാമത് തിരിച്ച് ബാക്കപ്പ് പോവാം. ബാക്കപ്പ് പോയിട്ട് നമുക്ക് ആ സോങ്ങിന് പറ്റിയ ഇമേജസ് എല്ലാം ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതാ ഇങ്ങനത്തെ ഉള്ള ഇമേജ്. ഓക്കെ, അതും ഡൗൺലോഡ് ചെയ്ത് ഞാൻ ഇതും ഡൗൺലോഡ് ചെയ്ത് അതിന് ശേഷം ഇതും ഡൗൺലോഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് വേണ്ട, അത് 3 മതി. അതിന് ശേഷം അതിൻ്റെ താഴത്ത് വേറെ ഇമേജ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ കുറേ ഇമേജസ് ഉണ്ട്, ഇതെടുക്കാം. ഡൗൺലോഡ് ചെയ്തെടുത്ത് ഇതും ഡൗൺലോഡ് ചെയ്തെടുത്ത്. ഓക്കെ, അതിന് ശേഷം ഇതും ഡൗൺലോഡ് ചെയ്തെടുത്ത്. ഓക്കെ, ഞാൻ കുറച്ച് ഇമേജസ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എടുക്കാം കേട്ടോ. കുറച്ചും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആ വീഡിയോയിലേക്ക് വേണ്ട രൂപത്തിലെല്ലാം ഓൾറെഡി ഇടാൻ പറ്റും, അതുകൊണ്ടാണ്. ഓക്കെ, ഇതെടുക്കാം. കളിക്കുന്നതെല്ലാം ഉണ്ട്. ഓക്കെ, ഇതൊക്കെ വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഇമേജസ് ആണ് കേട്ടോ.
ഇത് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യാട്ടോ. ഇത് ഓൾറെഡി വീഡിയോ കുറേ ലെങ്ത്തായി പോകും. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ വീഡിയോസ് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ട് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ വേറൊരു വീഡിയോ ചെയ്യുന്ന ഇമേജ് ടു വീഡിയോ ചെയ്യുന്ന വീഡിയോസ് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് വീഡിയോ കിട്ടൂല കേട്ടോ. ഈ ഇങ്ങനത്തെ വീഡിയോസ് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. അപ്പോൾ അതിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതെല്ലാം ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വീഡിയോസ് കുറച്ച് ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക, അതിന് ശേഷം ഞാൻ നേരെ കുറച്ച് വീഡിയോസ് കുറച്ചും കൂടി എടുക്കാം, ഇതും കൂടി എടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ എന്താ വേണ്ടത്, നമ്മൾ ഓൾറെഡി കുറച്ച് ഇമേജസ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം കൈൻ മാസ്റ്റർ ഓൺ ചെയ്യുക. കൈൻ മാസ്റ്റർ ഓൾറെഡി നിങ്ങളില്ലെങ്കിൽ കൈൻ മാസ്റ്റർ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, കൈൻ മാസ്റ്റർ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം കൈൻ മാസ്റ്ററിൽ പോവാം. എന്താണ് കൈൻ മാസ്റ്റർ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ മേളിൽ കാണിക്കുന്ന മീഡിയ ഉണ്ടല്ലേ, മീഡിയയിൽ പോവാം. മീഡിയയിൽ പോയിട്ട് ഇവിടെ ഇമേജ് ആക്സസ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു യെല്ലോ കളറാ ഏതെങ്കിലും ഒരു കളർ എടുക്കുക, വൈറ്റ് കളറാ യെല്ലോ കളറാ ഏതെങ്കിലും എടുക്കാം. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യുക, ഇതിനെ ഫുള്ള് നീട്ടാം. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇത് ഫുള്ള് നീട്ടി വെക്കാം. ഓക്കെ, നമ്മൾ വീഡിയോ കണക്കായിട്ട് നീട്ടി വെക്കാം. ഓക്കെ, വീഡിയോ കണക്കാക്കിയിട്ട് നമുക്ക് നീട്ടി വെക്കാം ഇത്. ഓക്കെ, അതിന് ശേഷം ഞാൻ ഫുള്ള് നീട്ടി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്യേണ്ടത്, അതിന് ശേഷം ബാക്ക് പോവാം. ഇവിടെ ഓഡിയോ എന്ന സെക്ഷൻ കാണുന്നില്ലേ, ഓഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. ഓഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഫയലിലേക്ക് പോവുക. എവിടെ ഫോൾഡറിലേക്ക് പോവുക. ഫോൾഡറിൽ പോയിട്ട് നമ്മൾ ഏതാണോ നമ്മളെ സോങ് അത് നമ്മളേത് ഇതിൽ പോയിട്ട് ഇതിൽ പോവുക, മീഡിയ പോവുക. അതിന് ശേഷം ഇവിടെ ഡൗൺലോഡ് ഇമേജ് കാണിക്കുമല്ലോ, ഡൗൺലോഡ് ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. കുറച്ച് ഇമേജസ് നമുക്കിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് ക്രോപ്പ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഇടാം. അതിന് ശേഷം രണ്ടാമത് ഇമേജ് ഇടാം. രണ്ടാമത് ഇമേജ് ഇട്ടതിന് ശേഷം ഇവിടെ രണ്ടാമത് ബാക്ക് പോവാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് ഈ ഇമേജിനെ കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്. അതിന് ശേഷം വേണം നമുക്ക് തിരിച്ചിട്ട് പാട്ട് സെറ്റ് ചെയ്യാൻ. അപ്പോൾ അതിനെന്ത് ചെയ്യണ്ടേ, ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, പാട്ട് സ്റ്റോപ്പ് ചെയ്യാം. അതിനുശേഷം ഈ ഇമേജിനെ ഫുള്ള് നമ്മൾ വലുതാക്കി വെക്കാം. വലുതാക്കി വെച്ചല്ലോ ഈ ഇമേജിനെ വലുതാക്കി വെച്ചതിന് ശേഷം ഇവിടെ ഇങ്ങനെ പോവാം. ഓക്കെ, അതിനുശേഷം ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ ജസ്റ്റ് ഒന്ന് നമുക്ക് കീ ഫ്രെയിം ആഡ് ചെയ്യണം. അതിനെന്ത് ചെയ്യണ്ടേ, അതിന് ഇവിടെ ടോപ്പിൽ പോയിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഇത് കാണിക്കും. ഇവിടെ ഒരു ഐക്കൺ കാണിക്കുന്നില്ല നിങ്ങൾക്ക്, ഇവിടെ ഒരു ഐക്കന് ഇവിടെ ഒരു ഐക്കൺ കാണിക്കുന്നില്ലേ, ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഇമേജിനെ കുറച്ച് നമുക്ക് ആടെ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് ഇങ്ങോട്ടേക്ക് വരാം. കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഈ ഇമേജിനെ കുറച്ച് സൂം ആക്കാം. ഓക്കെ, സൂം ചെയ്തല്ലോ. അതിന് ശേഷം ഇത് കുറച്ച് ഇങ്ങോട്ടേക്ക് വെക്കാം. അതിന് ശേഷം ഇതിനെന്ത് ചെയ്യുക, ഇതിനെ ഇങ്ങനെ സൂം ചെയ്യാം. ഇങ്ങനെ സൂം ചെയ്തല്ലോ. ഇപ്പോൾ അവിടെ 2-3 കീ ഫ്രെയിം ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് ഇങ്ങോട്ടേക്ക് വരാം, കുറച്ച് ഇപ്പുറം ഇവിടെ വെക്കാം, സെൻറ്ററിൽ വെക്കാമെങ്കിലും രണ്ടാമത് തിരിച്ചിട്ട് ഈ ഇമേജിനെ ലോങ് ആക്കി വെക്കാം. ഇങ്ങനെ ഇത് വെക്കാം. എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെച്ചോളൂ കേട്ടോ. ഞാനിപ്പോൾ 2 കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് വീഡിയോ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടായി പോവും, ക്ഷമിക്കാം. ഓക്കെ, അതിന് ശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ അത്ര വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഇമേജ് എടുക്കാം. രണ്ടാമത്തെ ഇമേജ് എടുത്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ ഇതിനെ അതേപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം.
സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ ഫസ്റ്റ് ഇവിടെ ഒരു കീ ഫ്രെയിം കൊടുക്കാം. ഇവിടെ ഒരു കീ ഫ്രെയിം കൊടുത്തിട്ട് ഇതിനെന്ത് ചെയ്യുക, നേരെ സൂം ചെയ്യുക. സൂം ചെയ്തിട്ട് ഇവിടെ ഒരു കീ ഫ്രെയിം കൊടുക്കാം. കീ ഫ്രെയിം കൊടുത്തിട്ട് അതിന് ശേഷം ഇത് നേരെ പ്ലസ് ചെയ്യാം. ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഇങ്ങനെ പ്ലേസ് ചെയ്തതിന് ശേഷം കുറച്ച് ഇപ്പുറം വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ ഒരു കീ ഫ്രെയിം കൊടുക്കണം. അപ്പോൾ അതിന് ഇവിടെ ഒരു കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് നേരെ ഇതിനെന്ത് ചെയ്യുക, ഇങ്ങനെ സൂം ചെയ്തിട്ട് ഇങ്ങനെ വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെച്ചോളൂ കേട്ടോ. ഞാനൊരു എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഇതിനേക്കാൾ ബെറ്ററായിട്ട് ചെയ്യാനുള്ള ഒരു ഇത് ഞാൻ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഓക്കെ, അതിന് ശേഷം ഇങ്ങനെ എടുക്കാം. എന്തെറ്റി, ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഒന്ന് ഓപ്പൺ ആക്കി വെക്കാം. ഓക്കെ, അതിന് ശേഷം ഇവിടെ ഒരു ഇമേജ് ആഡ് ചെയ്യാനുണ്ട്. അതിനെന്ത് ചെയ്യണ്ടേ, ഇവിടെ പോവുക, ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് പോവുക. ഡൗൺലോഡ് പോയിട്ട് നമ്മൾ എടുക്കാത്ത ഇതെടുക്കുക ഒന്നും കൂടി. അതിന് ശേഷം രണ്ടാമത് തിരിച്ച് ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക, ഇതിനെ കറക്റ്റ് ഫ്രെയിം കറക്റ്റാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടോപ്പിൽ വന്നിട്ടുണ്ട്. ടോപ്പിൽ വരാൻ പാടില്ല. ഓക്കെ, കറക്റ്റ് ചെയ്ത് വെക്കാം. അതിന് ശേഷം ഇതിനൊരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. ഇതേപോലെ കീ ഫ്രെയിം ആഡ് ചെയ്യാം. ഇപ്പോൾ ഇത് വേറെ ഇമേജാണ്. ഓക്കെ, അപ്പോൾ കാട്ടിനെ കുറിച്ചിട്ടാണ് പാട്ട്. അത് പാട്ടിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇമേജ് ആഡ് ചെയ്യാൻ. ഞാൻ ഓൾറെഡി ഇത് സമയം ലേറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ലോങ് വീഡിയോ ആയതുകൊണ്ട് വീഡിയോസ് അപ്പുറം ആക്കിയിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, കുറേ ലോങ് വീഡിയോ ലെങ്ത് ആണ് കുറേ കൂടുതൽ, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയത്. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോ കാണിക്കാം. വീഡിയോ കാണിക്കുന്ന ഇത് സംഭവം എന്താ വെച്ചാൽ ഞാൻ സോങ്ങിന് പറ്റിയിട്ട് ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. കൂടെയും പുലിയമ്മയും കൂടെ. ഓക്കെ, കറക്റ്റായിട്ടാണ് കുറുക്കനും പുലിയമ്മയും എല്ലാം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സോങ്ങിന് പറ്റിയ ഇമേജ് അവിടെ ഓരോ സോങ് ഇത് കുറച്ച് സൗണ്ട് ഇതെന്ത് ചെയ്യുക, ഇവിടെ ഈ ഭാഗം ഇവിടെ ക്ലിക്ക് ചെയ്യുക, സോങ് കുറച്ച് കേൾക്കാം. സോങ് പ്ലേ ചെയ്തു. ഇതുപോലെ ഈ സൗണ്ട് എന്താണോ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് ആ മ്യൂസിക് ഇത് ആഡ് ചെയ്യുക. ആ മ്യൂസിക് ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുക, ഇപ്പോൾ ഇതിൻ്റെ ബാക്കി മ്യൂസിക്കാണ്. വേറെ ഏതെങ്കിലും ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം രണ്ടാമത് മ്യൂസിക് വരുന്ന സമയത്ത് ആ മ്യൂസിക് ഓൾറെഡി ഞാൻ ഇവിടെ മ്യൂസിക് തീർന്ന് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക, ഇത് നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. ഇത് നമുക്ക് ഇത്ര മതി. അപ്പോൾ അതിനെന്ത് ചെയ്യണ്ടേ, ഇവിടെ വെക്കുക. ഇവിടെ വെച്ചിട്ട് ഇത് കട്ട് ചെയ്യുക. അതിന് ഇവിടെ കട്ട് ചെയ്യുക. അതിന് ശേഷം ഈ ഭാഗം ഇത് സ്പ്ലിറ്റ് കൊടുക്കുക. സ്പ്ലിറ്റ് കൊടുത്തതിന് ശേഷം ഈ ഭാഗം എടുത്തിട്ട് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഭാഗം ഡിലീറ്റ് ചെയ്യുക. ഈ ഭാഗം ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സോങ് റെഡിയായി. സോങ് റെഡിയായതിന് ശേഷം ഇത് ഞാൻ ഓൾറെഡി ഇതെടുത്തിട്ടില്ല. നേരെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ നമ്മൾ വീഡിയോ ചെയ്യാം. വീഡിയോ ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇതിന് കോപ്പിറൈറ്റ് കിട്ടത്തില്ല കേട്ടോ. ഇതിന് നിങ്ങൾക്ക് ഒരിക്കലും കോപ്പിറൈറ്റ് കിട്ടത്തില്ല. ഒന്ന് ഫോട്ടോ ആണ്, രണ്ടാമത് സോങ് നമ്മൾ സ്വന്തം നിർമ്മിച്ച സോങ്ങാണ്. പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തം ക്രിയേറ്റ് ആണ്. ഇത് ആരുടെ മോഷ്ടിച്ച വീഡിയോസ് അല്ല, നമ്മൾ തന്നെ സ്വന്തം ക്രിയേറ്റ് ചെയ്ത വീഡിയോസാണ്. ഇതിന് കോപ്പിറൈറ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇത് എങ്ങനെ വീഡിയോ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഇമേജ് വെച്ചിട്ടാണ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ സോങ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു സോങ് എടുത്ത് കോപ്പിറൈറ്റ് ഇല്ലാത്ത സോങ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ വീഡിയോ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതേ സോങ്ങിൻ്റെ അല്ലെങ്കിൽ ഇതേപോലത്തെ സോങ്ങിനെ കുറിച്ചിട്ട് ഞാൻ ഓൾറെഡി വീഡിയോ
നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇത് വീഡിയോ കൺവേർട്ട് ആക്കിയിട്ട് അങ്ങനെ ചെയ്യാമെന്ന്, വീഡിയോ രൂപത്തിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും. ഇതിൽ സമയമില്ല, ഇത് ലേറ്റായി. ഓക്കെ, ഓൾറെഡി ലേറ്റായി, കുറേ ലെങ്ത്തായി വീഡിയോ. അതുകൊണ്ട് ഞാനിത് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, ഒരു സോങ് എടുക്കുക, സോങ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം വീഡിയോ ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. ഡെയിലി 1, 2, 3 വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇത് കുട്ടികൾ നിർബന്ധമായിട്ട് കാണും. നിർബന്ധമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അവർ സ്കിപ്പ് ചെയ്തായിരിക്കുമ്പോൾ ഫുള്ള് വീഡിയോ വാച്ച് ചെയ്യും. അമ്മമാരെല്ലാം ഓൾറെഡി അമ്മമാരെ ഫോണുകളെല്ലാം കുട്ടികളെ കയ്യിലാണ് ഉണ്ടാകുന്നത്. ആ കുട്ടികൾക്ക് ഓൾറെഡി ഇങ്ങനത്തെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ പോകത്തില്ല, അവിടെ തന്നെ ഇരിക്കും, ആ വീഡിയോ ഫുള്ള് കാണും. അപ്പോൾ നല്ല സോങ്ങും നല്ല ഫോട്ടോ ഇമേജ് നല്ല ഇങ്ങനത്തെ